ഹായ് ഗൈസ്, ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വാട്ടർമെലൺ ജ്യൂസ് നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനേക്കായി ഞാനിവിടെ എടുത്തിരിക്കുന്ന വാട്ടർമെലനും ഒരു ലെമണും കൂടിയാണ് എടുത്തിരിക്കുന്നത്. ചെറുതായിട്ട് ഞാനിവിടെ വാട്ടർമെലൻ കട്ട് എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതിനെ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ആ ഒരു നാരങ്ങയുടെ പകുതി നാരങ്ങ നമ്മളിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ആ നാരങ്ങയോട് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്കതിൻ്റെ ഒരു പുളിരസം കൂടി കിട്ടും. അപ്പം വാട്ടർമെലൻ്റെ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ തന്നെ ഇതുവരെയും അങ്ങനെ നാരങ്ങ നീര് ചേർത്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒരു അരമുറി നാരങ്ങ നീരാണ് ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് ഓൾറെഡി നമ്മുടെ വാട്ടർമെലന് ഒരുവിധം മധുരമുള്ള വാട്ടർമെലനാണ്, എങ്കിലും കുറച്ചുകൂടെ ഒന്ന് മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 2-3 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 4-5 ഐസ് ക്യൂബ് കൂടാണ് ഇട്ട് കൊടുക്കുന്നത്. ഐസ് ക്യൂബ് ആ തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഇതിനെ നല്ല രീതിയിലൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ വാട്ടർമെലൺ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. എങ്കിലും ഞാനിത് അതിന് ശേഷവും 2-3 ഐസ് ക്യൂബ് കൂടി ഇട്ട് ചെറുതായിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കും, അതായത് ബാക്കിലോട്ടൊന്ന് കറക്കിയെടുക്കും. അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഐസ് ക്യൂബ് ഒന്ന് ചെറുതായിട്ട് പൊട്ടി ആ ഒരു ചെറിയ തരിതരിയായിട്ടുള്ള പീസ് കൂടെ നമുക്കിതിന്ന് കിട്ടും. നമ്മൾ ആ ഡ്രിങ്ക് സെർവ് ചെയ്യുന്ന സമയത്ത്, നമുക്ക് കുടിക്കുന്ന സമയത്ത് നമുക്കത് കിട്ടും. അപ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം ആ ഒരു ക്രഞ്ചിനെസ് പോലുള്ളൊരു ടേസ്റ്റ് കൂടെ നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് ഐസ് ക്യൂബ് കൂടി ഇട്ടത്. നിങ്ങളും ഇതുവരെയും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെ ഇട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മുടെ ഈ ഒരു സമ്മർ സീസണിൽ നല്ല കുട്ടികൾക്കും വലിയവർക്കായാലും നല്ല ഹെൽത്തി ആയിട്ടൊരു ഡ്രിങ്കാണ്. ഇൻ കേസ് നിങ്ങൾക്ക് ഷുഗർ ആഡ് ചെയ്യണമെന്നില്ലെങ്കിൽ ചെയ്യേണ്ട ആവശ്യവുമില്ല. കാരണം അതൊരു ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ ഷുഗർ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. ബാക്കിയെല്ലാം, കാരണം നമ്മൾ ലെമണോട് ആഡ് ചെയ്യുന്നത് നല്ലതാണ്. ഈ ഒരു ക്ലൈമറ്റിന് ഏറ്റവും നല്ലൊരു ഡ്രിങ്കാണിത്. ഒരു പ്രാവശ്യം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ് ദം.